ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുടംപുളിനെ കുറിച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ, മഴക്കാലത്ത് കുടംപുളിയാണല്ലോ നന്നായിട്ട് പൂക്കലും അതുപോലെ തന്നെ കായ്ഫലം കിട്ടലൊക്കെ. അപ്പോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വളരെ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുടംപുളിനെ കുറിച്ചിട്ട് എന്താ പറയുക, കുടംപുളിൻ്റെ ഇതളുകൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? 9 എണ്ണാണല്ലേ ഇതിൻ്റെ ഇതളുകൾ. നമ്മൾക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കി മുറിച്ചിട്ട് നോക്കാം. നല്ല ഭംഗിയാണല്ലോ അതിൻ്റെ ഉൾവശമൊക്കെ കാണാൻ. നെട്ടൊക്കെ ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതെങ്ങനെയൊക്കെ പരീക്ഷിക്കണത്. എന്തൊരു രസമല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ 9 അല്ലി പോലെ തന്നെ 9 എന്താ പറയുക വിത്തും ഉള്ളിലുണ്ടാവുന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഒരു 8 എണ്ണമാണ്, 8 അല്ലിയാണ് ഇതിനുള്ളതെന്ന്. അപ്പോൾ 9 അല്ലിയാണ് കാണാനുള്ളത്. ഇതുപോലത്തെ ഇണർപ്പുകൾ നമ്മൾക്കിതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് മാറ്റി ഫുള്ളായിട്ടുള്ളതൊന്ന് ഇങ്ങനെ എടുക്കാം. ഉപ്പും മുളകും കുഴച്ച് കഴിക്കാനൊക്കെ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണല്ലോ അല്ലേ. പിന്നെ കടിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ പല്ലിന് പണി കിട്ടും. വേണ്ടിയില്ല ഇതളുകൾ, വിത്തുകൾ. ഇതിൻ്റെയൊക്കെ ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നോക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഈ കുടംപുളി എടുക്കുന്ന ടൈമിൽ നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ അടുപ്പിൻ്റെ ചുറ്റിനും വെക്കാമെന്ന് വിചാരിച്ചു. ഒരു പഴയ അടുപ്പായതുകൊണ്ട് ഒട്ടും ടെൻഷനില്ലാതെ തന്നെയാണ് വെക്കുന്നത്. പഴയ ഒരു ഇരുമ്പിൻ്റെ ഫ്രെയിമൊക്കെ ഉള്ള അടുപ്പാണ്. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലേ, നിങ്ങളൊക്കെ ചെയ്യാറില്ലേ കുടംപുളി ഉള്ളവരൊക്കെ? എനിക്ക് ആദ്യമൊക്കെ ഈ കുടംപുളി കിട്ടുക എന്ന് പറഞ്ഞാൽ, ആരെയും തരിക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടെൻഷൻ ചെയ്ത് ഉണക്കണ കാര്യമൊക്കെ ഓർക്കുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കാതിരുന്നത് പോലെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകട്ടെ. ഇടയിലൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ വെച്ച് കൊടുക്കണം. ഇത് കഴിഞ്ഞ തവണ നമ്മുടെ ഇതുപോലെ ഉണക്കി എടുത്തു വെച്ചതാണ്. നല്ല മഴ ആകുമ്പോൾ ഇങ്ങനെയല്ലേ ഉണക്കാൻ സൗകര്യം. പഴുതായാലാണ് ഇത് രസമെന്ന് ഞാൻ എന്താ പറയുക സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്താണ് ഇത്തവണ ഉപയോഗിക്കാൻ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണയും ഉപ്പൊക്കെ കുഴച്ചാണ് വെക്കണത്. ഞാൻ ചാക്കിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണത്താണ് ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കാം. 2-3 ദിവസമായിട്ട് നല്ല വെയിലാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് അടുക്കള ഭാഗത്ത് കുറച്ച് എറിഞ്ഞു കൊടുക്കട്ടെ. മറ്റത് മുൻവശത്താണ് കേട്ടോ നമ്മളെ കുടംപുളി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. 2 ദിവസമായതിൻ്റെ ഉണക്കാണിത്. നല്ല വെയിലാണ് കേട്ടോ. പിന്നെ ഒരു ദിവസത്തെ ഉണക്കാണിപ്പോൾ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.